ഒരേ ഒരു പപ്പായ കൊണ്ട് ഉച്ചയൂണിന് കിടിലൻ 3 ഐറ്റംസ് ഉണ്ടാക്കിയെടുത്ത് നോക്കിയാലോ, അതും എളുപ്പത്തിൽ. ഇറച്ചിത്തോരൻ മാറി നിൽക്കും നമ്മളുടെ ഈ പപ്പായ തോരന് മുന്നിൽ. ഇത് പപ്പായ മസാല തോരനാണ്. ഇത്രയും ടേസ്റ്റിൽ ഒരു മസാല തോരന് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിടിലൻ ഐറ്റമാണ്. ഈ ഒരു ഒഴിച്ചുകറി മാത്രം മതി ഒരു പ്ലേറ്റ് ചോറിനാൻ വേണ്ടിയിട്ട്. പാത്രം കാലിയാകുന്ന വഴി അറിയില്ല. ഈ സ്വീറ്റ് ഉണ്ടാക്കിയത് പപ്പായ കൊണ്ടാണെന്ന് ആരും പറയില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നമുക്ക് പപ്പായ കൊണ്ട് ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ തോന്നും. അത്ര ടേസ്റ്റാണ്, കിഡിലൻ ഐറ്റമാണ്. ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് പപ്പായ കൊണ്ട് കിഡിലൻ 3 ഐറ്റം ഉണ്ടാക്കിയാലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന 3 ഐറ്റമാണ്. അതിനായിട്ട് ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട്. ആ പപ്പായ കൊണ്ട് 3 ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് പപ്പായ എടുക്കാം, അതെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സ്ക്വയർ ഷേപ്പായിട്ട് മുറിച്ചെടുക്കാം. നമ്മളുടെ കയ്യിൽ ഒരു പപ്പായ ഉണ്ടെങ്കിൽ നമുക്കൊരു സദ്യ തന്നെ തയ്യാറാക്കാം കേട്ടോ. അത്ര ഐറ്റംസ് നമുക്ക് ഈ പപ്പായ കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. നല്ല ഗുണമുള്ളതാണ് പപ്പായ എന്ന് പറയുന്നത്. ഇനി പപ്പായൊക്കെ കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല കിഡിലിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് വേറെ ഒരു കറിയും നമുക്ക് വേണ്ട കേട്ടോ. ചോറിനാൻ വേണ്ടിയിട്ട് ഈ ഒരു കറി മാത്രം മതിയാകും. അപ്പോൾ എന്താ, സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നൈസായിട്ടൊന്നും കട്ട് ചെയ്തേണ്ട, ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പച്ചപ്പപ്പായാണ് കേട്ടോ. ഇനി നമുക്കിത് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതെല്ലാ പാത്രത്തിൽ വേണമെന്നുണ്ടെങ്കിലും വെക്കാം. നമുക്ക് ഇന്ധന ലാഭവും സമയ ലാഭവും ഒക്കെ കുക്കറിൽ ഉണ്ടാക്കുന്നതാണല്ലേ നല്ലത്. അപ്പം എന്താ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കരുത്. അത് വേകാൻ പാകത്തിന് ഞാൻ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വെക്കാം. ഇതിന് ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് എരിവ് എത്രയാണോ വേണ്ട അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കുക. ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം പച്ചമുളക് ഇഷ്ടാനുസരണം ചേർക്കുക. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കാം. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ഒറ്റ വിസിലാകുമ്പോൾ വെന്ത് കിട്ടും. അപ്പം ഒരു വിസിൽ കേൾക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ അത് വേകട്ടെ. ഇനി നമുക്ക് തോരനുള്ളത് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് പപ്പായ എടുക്കുക, അത് വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുക. ദാ ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഒരുപാട് വലിയ കട്ടിയിലൊന്നും അരിയരുത്. ദാ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി അറിയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതിയാകും. എന്നാലും ഒരുപാട് അങ്ങ് നൈസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇത്രയും കുറഞ്ഞത് ഇത്രയും ഒരളവിലെങ്കിലും വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു സവാള എടുക്കാം, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. സവോളയോ ചെറിയ ഉള്ളിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ സവോളയാണല്ലോ എല്ലാവർക്കും കിട്ടുന്ന സാധനം. അപ്പോൾ സവോള തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു സവോളയും കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർക്കാം. അത് തോരനുള്ളതാണ്. ഇനി നമുക്ക് നമ്മളുടെ ഒഴിച്ചുകറിയുടെ അരപ്പ് ശരിയാക്കാം. നമ്മളുടെ കുക്കറിൽ വേകാൻ വെച്ച പപ്പായയുടെ നമ്മൾ ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 4 സ്പൂൺ അളവിൽ തേങ്ങ എടുക്കുന്നുണ്ട്. അതിലേക്കൊരു 3 ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് അളവിൽ തന്നെ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. അരച്ചത് മാറ്റി വെക്കാം. ഇനി നമ്മളുടെ കുക്കർ തുറന്ന് നോക്കാം. നമ്മളുടെ പപ്പായ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് കുഴയരുത് കേട്ടോ. അതായി ഒരു പരുവത്തിൽ നിൽക്കണം. അതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കണം. ഒരുപാട് വെള്ളമായാൽ കൊള്ളരുത് കേട്ടോ. നമുക്കൊരു ഈ ഒരു പരുവത്തിന് തന്നെ കിട്ടണം. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എന്താ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് തിള വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. ഒരു പാത്രം വെച്ച് നമുക്ക് കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആകുമ്പോൾ നാടൻ കറിക്കൊക്കെ വെളിച്ചെണ്ണ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഈ കടുക് വറുക്കുന്ന ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയുള്ളി വേണം. ഒരു 3-4 ചെറിയുള്ളി തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ചെറിയുള്ളി ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര നല്ല ടേസ്റ്റാണ്. ഇനി ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് മൂപ്പിച്ചെടുത്താലും മതിയാകും. എന്നാലും ചെറിയുള്ളി ആകുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ കറി തിളച്ച് വരുന്നുണ്ട്. ഒരുപാടങ്ങ് തിളച്ച് വറ്റിച്ചൊന്നും എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതിയാകും. അപ്പോൾ അതാ നമ്മളുടെ ഉള്ളി എല്ലാം ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരട്ടെ. അപ്പോൾ എന്താ ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ തിളച്ച എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ തിളച്ചിരിക്കുന്ന ആ കറിയിലേക്ക് നമ്മൾ ഈ കടുക് പൊട്ടിച്ചത് കൂടി ഇട്ട് കൊടുക്കുക. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ കടുക് പൊട്ടിക്കുന്നതും ഈ മുളക് പൊടി അതിലേക്കിട്ട് തന്നെ നമ്മളിങ്ങനെ തന്നെ ചെയ്യണം. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ചോറുണ്ണാനുണ്ടല്ലോ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്ര നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഞാൻ ഉണ്ടാക്കിയപ്പോഴും ഇത് ഇത്ര ടേസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കിടിലൻ ടേസ്റ്റായിരിക്കുന്നു, പറയാതിരിക്കാൻ തരമില്ല. അത്ര നല്ല ടേസ്റ്റായിരുന്നു. നമ്മുടെ വീട്ടിൽ ഒരുപാട് പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു പപ്പായ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറിനാനുള്ള വക നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മൾ തോരനരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ കത്തിക്കാം. നമുക്കിനി തോരൻ ഉണ്ടാക്കാം കേട്ടോ. ഒരു പാൻ എടുക്കാം, അതൊന്ന് കത്തിക്കാം, അതൊന്ന് ചൂടാവട്ടെ. ചൂടാവുമ്പോഴും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഈ കടുകിൻ്റെ കൂടെ വേണമെങ്കിൽ വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഉഴുന്ന് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് കൂടി ചേർക്കുന്നുണ്ട്. ഉഴുന്നൊക്കെ തോരന് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഉഴുന്നൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പപ്പായയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇല്ലേ, അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് നേരം നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയോടൊപ്പം തന്നെ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പപ്പായയിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു തോരന് നമ്മൾ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആരും പറയില്ല കേട്ടോ പപ്പായ തോരനാണെന്ന്. അത്ര ടേസ്റ്റാണ്. പപ്പായ കൊണ്ട് ഇത്രയും നല്ല കിടിലനായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുമെന്ന് ഞാനും വിചാരിച്ചതല്ല. പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്കാവണം. കുക്കായിട്ട് ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം.
പിന്നെ ഒരു 2 സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. പപ്പായ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ വേഗില്ല. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് വേഗം. എന്നാലും ഒരു 2 സ്പൂൺ അളവിൽ, ഞാൻ വീഡിയോയിൽ വിട്ടുപോയതാണ്, 2 സ്പൂൺ അളവിൽ ഞാൻ വെള്ളം കൂടി ചേർത്തിരുന്നു. എന്നാലേ അതെല്ലാം ഒന്ന് മിക്സ് ആയിട്ടൊന്ന് വെന്ത് വരികയുള്ളൂ. നമ്മൾ കുറച്ചും കൂടി കുഞ്ഞായിട്ടാണ് അരിയുന്നതെങ്കിൽ ആ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനൊരു ശകലം വലുതായിട്ട് അരിഞ്ഞതുകൊണ്ട് ഒരു 2 സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചിരുന്നു. അപ്പോൾ എന്താ, നമ്മളുടെ പപ്പായ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാല കൂടി ചേർക്കണം. ഗരം മസാല എന്ന് പറയുന്നത് പെരുംജീരകം പൊടിച്ചതാണ് കേട്ടോ, മറ്റുള്ളതല്ല. പെരുംജീരകം മാത്രം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 3-4 സ്പൂണ് തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. മറ്റുള്ള എല്ലാ മസാലയും കൂടി പൊടിച്ചത് നമ്മൾ ചേർക്കുമ്പോൾ ഒരു ഓവർ കുത്തലുണ്ടാകും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ പെരുംജീരകം ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമ്മൾ പൊടിച്ച് വെച്ചത് 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, അത്ര നല്ലത്. നമ്മൾ ഉണ്ടാക്കി കഴിച്ചെങ്കിലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്. തേങ്ങ കൂടി ഇട്ടതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയെല്ലാം ഒന്ന് വെന്ത് കിട്ടും. അപ്പം എന്താ, നമ്മളുടെ തോരൻ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം വേറെ എന്താണ്, ഒരു പപ്പായ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയില്ലെന്നൊരു തോരൻ കൂടി ഉണ്ടാക്കുക. അതും മസാല തോരനാണ് കേട്ടോ. മറ്റുള്ള തോരനൊക്കെ മാറി നിൽക്കും ഇതിൻ്റെ മുന്നിൽ, അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ പപ്പായ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ തോരന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. ഇനി നമുക്ക് ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് പപ്പായ എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ തിന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കാം, അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സ്വീറ്റ് ആകുമ്പോൾ നെയ്യ് തന്നെ വേണം. നെയ്യ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുക. സ്വീറ്റിനൊക്കെ നമ്മൾ കുറച്ച് നെയ്യൊക്കെ കൂടുതൽ ഒഴിക്കും കേട്ടോ. അപ്പോൾ എന്താ, കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. ഞാൻ 1 സ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പപ്പായേൻ്റെ സ്വീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് സ്വീറ്റാണെന്ന് ആരും പറയില്ല കേട്ടോ. അത് കഴിക്കുന്നവർ എന്താണെന്ന് ചോദിക്കും, ഒരു മനുഷ്യർ പറയില്ല ഇത് പപ്പായേൻ്റെ സ്വീറ്റാണെന്ന്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലേ നമുക്കിതൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് നല്ലതായിട്ട് ആ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആ പച്ച മണം ഉണ്ടല്ലോ, ഒരു പപ്പായക്കൊരു പച്ച കുത്തലുണ്ട്, അതൊന്ന് മാറിക്കിട്ടണം. അത് നമ്മളുടെ നെയ്യിലിട്ട് തന്നെ ഒന്ന് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒന്ന് അടച്ച് വെക്കുക. ആ പച്ച മണമൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 1 മിനിറ്റ് നേരം ഞാനൊന്ന് അടച്ച് വെച്ചിരുന്നു, ആ നെയ്യിൽ മാത്രം ഇട്ടിട്ട്. ഇനി അതൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചൊന്നുമല്ല ഇത് വേവിക്കുന്നത്, പാലൊഴിച്ചിട്ടാണ്. അപ്പോൾ ഇത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് അളവ് മതിയാകുമായിരുന്നു അത് വേകാൻ വേണ്ടിയിട്ട്. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ, പാലിൽ തന്നെ വേവിച്ചെടുക്കണം. ഈ പാലിൽ വേവിച്ചെടുക്കുമ്പോൾ ആ പപ്പായേൻ്റെ ഒരു ടേസ്റ്റൊന്നും നമ്മൾ അറിയേയില്ല. ഇനി നമുക്ക് ഈ പാലിൽ കിടന്ന് ഈ പപ്പായ നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ എന്താ, പാലെല്ലാം നല്ല തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കുക. അപ്പോൾ പാലിൽ കിടന്ന് പപ്പായ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് കല്ലും കട്ടയും ഒന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മളുടെ ശർക്കരയിൽ കല്ലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതിൽ നല്ലത് ഉണ്ട ചേർക്കുന്നതായിരിക്കും, അതിലധികം അഴുക്കൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ ഉണ്ടയോ ശർക്കരയോ ഇനി പഞ്ചസാരയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. 2 സ്പൂൺ അളവിൽ ഞാൻ ശർക്കര ചേർക്കുന്നുണ്ട്.
അത് കുറവാണെന്ന് തോന്നിയുകൊണ്ട് 1 സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. മൊത്തം 3 സ്പൂൺ അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്വീറ്റിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ചിട്ട് നമ്മൾ മധുരം ചേർത്ത് കൊള്ളണം. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും എത്ര മധുരം വേണം എന്നുള്ളത്. അപ്പം എന്താ ശർക്കരയെല്ലാം ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതെല്ലാം ഒന്ന് വറ്റി വരട്ടെ. നമ്മൾ ശർക്കരയെല്ലാം മെൽറ്റായത് നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റിന്, ഒരു 10 മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ നമുക്കൊരു സ്വീറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റാം. അപ്പം എന്താ ശർക്കരയെല്ലാം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയും നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് വഴറ്റി ഒന്നുകൂടി എടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ അപ്പം ഉണ്ടാക്കി അന്നേരം തന്നെ കഴിക്കുന്ന ആയതുകൊണ്ട് ഒരുപാടങ്ങ് ഇട്ട് വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എള്ളിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ എള്ള് മാത്രമേ ചേർക്കുന്നുള്ളൂ. എൻ്റെ കയ്യിൽ എള്ള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എള്ള് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ക്യാഷു, ബദാം, പിസ്ത എന്ത് നട്ട്സ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ചെറുതായിട്ട് തേങ്ങ അരിഞ്ഞത് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഒരുപാട് ഇട്ട് വഴറ്റി അങ്ങ് പാനിൽ ഒട്ടിപ്പിടിക്കാത്ത അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇത് നമ്മൾ അപ്പം ഉണ്ടാക്കി അന്നേരം തന്നെ കഴിക്കുന്നത് ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് ഇത് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഒരുപാട് അങ്ങ് വഴറ്റി എണ്ണ തെളിഞ്ഞ് നെയ്യ് തെളിഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ നല്ല കിഡിലൻ ടേസ്റ്റിൽ അതൊരു സ്വീറ്റ് തയ്യാറായിട്ടുണ്ട്. പപ്പായ കൊണ്ടാണെന്ന് ആരും പറയില്ല, കിഡിലൻ ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ്. ഒരു ഒഴിച്ചുകറി തയ്യാറായിട്ടുണ്ട്, ഒരു തോരനുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ തന്നെയാണ് കേട്ടോ. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നമ്മളുടെ സ്വീറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ഉച്ചയൂണിനെ ഒരുപാട് പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു പപ്പായ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കിടിലനായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനകത്തൊരു 2-3 ഐറ്റംസേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ഐറ്റംസ് നമുക്ക് പപ്പായ കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ വീട്ടുവളപ്പിൽ ഒരു പപ്പായ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വെറുതെ കളയരുത്. ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.